ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നും പതിവ് പോലെ തന്നെ നമ്മൾ വരുന്ന നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതിരാവിലെ തന്നെ നമ്മുടേതാ മീൻകാരൻ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഇയാളെയാണ് കേട്ടോ കണി കണ്ടത്. അങ്ങനെ ഞാൻ കുറേ ആയിട്ടാണ് ഞങ്ങൾ അയിലയും മത്തിയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ മത്തി ഇപ്പോൾ കുറേ ആയിട്ട് വരണമൊന്നുമില്ല, എല്ലാം ഭയങ്കര വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീൻകാർ പോലും എടുക്കണില്ല. അപ്പോൾ ഇന്ന് കുറച്ച് നല്ല അയില കിട്ടിയിട്ടാണ്, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത്തിരി വലിപ്പമുണ്ട്, കുറച്ച് ഫ്രഷ് ആണെന്ന് തോന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയില കണ്ടപ്പോൾ ശരി എന്നാൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് 1 കിലോ വാങ്ങിച്ചു. കുറച്ച് വിലയും കുറവാണ്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇതാ അടുക്കളയിൽ വന്നു. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഇതാ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനുള്ള പുട്ടും കടലക്കറിയൊക്കെ അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ രാവിലെ ഇതാ ഏട്ടൻ്റെ ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഏട്ടൻ്റെ ഡ്യൂട്ടിയല്ല, ഏട്ടനും ചെയ്യാറുണ്ട്, ഞാനും. അപ്പോൾ എന്താണെങ്കിലും ഇതാ രാവിലെ തന്നെ ഇതാ തെണ്ണിയിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് പെനാലൊക്കെ ഒഴിച്ച് ഒന്ന് തെണ്ണിയൊക്കെ ഒന്ന് അടിച്ചു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നായ്ക്കളുള്ളത് കൊണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് കയറി കിടന്നിട്ട് അതിൻ്റെ നായിൻ്റെ രോമവും പിന്നെ മൂത്രമൊക്കെ ഒഴിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പൊതുവേ റോസിയൊക്കെ ഉള്ളത് കൊണ്ട് കുറേ നായ്ക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എപ്പോഴും ഇതൊരു പണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എന്താ അവിടെ നമ്മൾ അന്ന് വഴുതനങ്ങ തൈ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് പുഴുക്കേട് വരുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ പുഴുക്കേട്ടിന് എന്താ ചെയ്യുക, അതായത് പുഴു വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ എന്തായാലും അതിനൊന്ന് മണ്ണൊക്കെ ഇടുകയാണ് കേട്ടോ ഏട്ടൻ. രാവിലെ തന്നെ ഒന്ന് മണ്ണൊക്കെ കൂട്ടി കൊടുക്കുകയാണ്. നമ്മൾ വെച്ചിട്ട് അങ്ങനെ പോയതല്ലേ. പിന്നെ ഇടയ്ക്ക് 2 പ്രാവശ്യം പുല്ലൊക്കെ പറിച്ചു കേട്ടോ. ഇപ്പം മണ്ണിട്ട് കൊടുത്തതാണ്. അപ്പോൾ രാവിലത്തെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ ഏട്ടനാണെങ്കിൽ പണിയുണ്ട് എന്നും പറഞ്ഞിട്ട് ആൾ പെട്ടെന്ന് ഫോൺ വന്നപ്പോൾ പിന്നെ ആൾ പോയിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് പോയത്. പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വിട്ടാക്കിയിട്ടാണ്. പിന്നെ ഇതാ അവിടെ ചെട്ടിക്കുട്ടി ഇവിടെ ഉണ്ട്. ചാരുമോൾ പിന്നെ നേരത്തെ പോവുമല്ലോ, അവൾക്കും കഴിക്കാനൊക്കെ കൊടുത്ത് അവൾ പോയി. പിന്നെ നമ്മുടെ ചിട്ടിക്കുട്ടി ഇതാ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് അവളിങ്ങനെ കഴിക്കാൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്, സ്കൂളിലെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കേട്ടിട്ട് ഞാനിതാ അവിടെ പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഇട്ട വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബറായ പ്രഭാകരേട്ടൻ്റെ മോളുടെ കല്യാണമാണ് ഈ മാസം 18-ാം തീയതി, ചിങ്ങം 2-ാം തീയതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരനെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസിലൊന്നും കമൻ്റൊന്നും കാണാനില്ല. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മോളുടെ കല്യാണമാണ്, വിഷ് ചെയ്യണം, എന്തായാലും വിഷ് ചെയ്യണം, പിന്നെ ഫാമിലി ആയിട്ട് കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് പ്രഭാകരേട്ട നമ്മളെ കല്യാണത്തിന് നമ്മുടെ ഫാമിലിയോടെ ക്ഷണിച്ചതിൽ. എന്താ പറയുക, ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം. പിന്നെ നമ്മുടെ ഇതിനു മുമ്പ് നമ്മുടെ ഷീബ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മകൻ്റെ കല്യാണം ആവുന്നുണ്ട്, എന്തായാലും വിളിക്കും വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കല്യാണമൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും അതും വേഗം ആവട്ടെ. പിന്നെ നമ്മുടെ ഈ ഒരു ഏട്ടൻ്റെ മോളുടെ കല്യാണം എന്തായാലും ഭംഗിയായിട്ട് നടക്കട്ടെ, ഒരു കുറവുകളില്ലാതെ നല്ല ഭംഗിയായിട്ട് മംഗളകരമായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ മോൾക്കും കല്യാണം കഴിക്കാൻ പോകുന്ന മോനും ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ എന്തായാലും ഈ ഒരു കല്യാണത്തിന് ഞങ്ങളെയും കൂടെ അതിൽ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല കൂട്ടുകാരാണ് നമ്മുടെ യൂട്യൂബിൽ വന്ന പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. യൂട്യൂബിൽ നമ്മുടെ എന്താ പറയുക, അധികം നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള വ്യൂസ് അല്ലെങ്കിൽ ഉള്ള കൂട്ടുകാർ ഇതുപോലത്തെ നല്ല ആൾക്കാരാണ്. അവരുടെ ഫാമിലിനെ പോലെയാണ് നമ്മളെ കരുതുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ഓരോ കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറയണത്.
അവരുടെ ഒരു എന്താണ് കൂടപ്പിറപ്പ് അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നമ്മളെ കാണുന്നതെന്ന് അറിയാം. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതുപോലെ നടക്കട്ടെ അല്ലേ. എല്ലാവരുടെ കാര്യം എന്താ പറയുക ഒരു കുറവുകളും ഇല്ലാതെ നന്നായിട്ട് നടക്കട്ടെ. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീഡിയോൻ്റെ കാര്യങ്ങളിലേക്ക് വരാം കേട്ടോ വീണ്ടും. അപ്പോൾ ചിട്ടിക്കുട്ടിനെയൊക്കെ സ്കൂളിലേക്ക് വിട്ടു. അതിന് ശേഷം പിന്നെ എന്താ നമ്മൾ രാവിലെ മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഒരുപാട് നേരം അങ്ങോട്ട് വെച്ചിട്ട് ഇതാക്കണ്ടെന്ന് വിചാരിച്ച് കുട്ടി പോയതിന് ശേഷം ഞാനിതാ വേഗം തന്നെ നമ്മുടെ മീനൊക്കെ ഒന്ന് നന്നാക്കാനായിട്ട് വന്നിട്ടാ. അപ്പോൾ ഇന്ന് വാങ്ങിച്ച മീൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്തിരി വലുപ്പമുണ്ട്, കുറച്ച് ഫ്രഷായിട്ട് തോന്നി, അങ്ങനെ കേടൊന്നുമില്ല. സാധാരണ നമ്മുടെ ഇവിടെ മീനൊക്കെ വരുന്നത് ചില സമയത്ത് ഒന്നിനും പറ്റില്ല കേട്ടോ. വാങ്ങിച്ചു വെച്ച എന്താ പറയുക ആ മീൻ കറി കഴിക്കാൻ പോലും ചിലപ്പോൾ പറ്റില്ല. പക്ഷെ അങ്ങനെ നോക്കിയിട്ട് ഞാനും വാങ്ങിക്കുള്ളൂ കേട്ടോ. അധികം മീനില്ലാതെ ചോറിറങ്ങില്ല എന്നുള്ളൊരു ഇതൊന്നും നമ്മുടെ ഈ ഒരു വീട്ടിലില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മീനില്ലെങ്കിൽ നമുക്ക് ചോറും ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. പച്ചക്കറികളാണെങ്കിലും വെള്ളമാണെങ്കിലും ഒഴിച്ചിട്ട് കഴിക്കും. അപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല മീൻ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കും. മിക്കവാറും അങ്ങനെ തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കുള്ളൂ. ചിലപ്പോൾ കൂട്ടത്തിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ കേട് വന്നതൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ചിലതൊക്കെ അങ്ങനെ ചില സമയത്ത് വരുമ്പോൾ ഒരു ഇതുപോലെ വരാറുണ്ട് കേട്ടോ. സാധാരണ അങ്ങനെ കാണാറുണ്ട്. കാരണം നമ്മുടെ ഇവിടെ ഫ്രഷായിട്ട് അങ്ങനെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇവിടെ കടലൊന്നുമില്ല. കടലുള്ള ജില്ലകളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഫ്രഷ് മീൻ കിട്ടും, കുറച്ച് വില കുറവിൽ കിട്ടും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ മീനൊക്കെ ഒന്ന് നേരെയാക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ വാങ്ങിച്ചു തന്ന ആൾ വറുത്തരച്ച് കറിയൊക്കെ വെക്കുമെന്നും പറഞ്ഞിട്ടാണ് പണിക്ക് പോയിട്ടുള്ളത് ഏട്ടൻ. അപ്പോൾ വറുത്തരച്ച് കറി വെക്കണോ അതോ പുളി വെക്കണോ പച്ചത്തേങ്ങ അരച്ച് വെക്കണോ എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കറി വെക്കണം, കുറച്ചെടുത്ത് വറുക്കണം. ഇപ്പം അയില കറി വെച്ചാൽ നന്നാവും. പക്ഷേ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഈ അയിലക്കറിക്കൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ അല്ലേ. മത്തി പോലെയല്ല, മത്തിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉപ്പും പുളിയൊക്കെ പിടിച്ച് ടേസ്റ്റ് വരും. ഇതിപ്പോൾ പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴുകി വെട്ടി ഉപ്പൊക്കെ ചേർത്ത് കഴുകിയിട്ടുണ്ട്. നല്ല തിളങ്ങുന്നുണ്ട് കേട്ടോ. കണ്ട. അപ്പോൾ ഞാൻ 2 തുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വാല് ഭാഗം വരഞ്ഞിട്ട് വറുക്കാനും തലഭാഗം കറി വയ്ക്കാനുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും രണ്ടും ഓരോ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തലഭാഗം എടുത്ത് കറി വയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മുടെ ഈ ഒരു വാല് ഭാഗം ഉണ്ടല്ലോ വരഞ്ഞ് വെച്ചത്, അത് ഉപ്പും മുളകൊക്കെ പുരട്ടി വയ്ക്കാൻ പോവാണ്. അങ്ങനെ ഉപ്പും മുളകും പുരട്ടുക എന്ന് പറഞ്ഞാൽ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ നമ്മുടെ അമ്മിക്കല്ലിൽ ചേർത്ത് അരച്ച് അതങ്ങ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വറുക്കാൻ പോകുമ്പോൾ എടുത്താൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു കഷ്ണം പുട്ടും ഇത്തിരി കടലക്കറിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞല്ലോ. അപ്പോഴത്തേക്കും പിന്നെ വേറെ അടുക്കള പണികളെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ചോറ് വയ്ക്കുക, കറി വയ്ക്കുക, തുണി കഴുകുക, കുളിക്കുക, അങ്ങനെയുള്ള പരിപാടികളേ ഉള്ളൂ. രാവിലത്തെ പിന്നെ വേറെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള തീയെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എപ്പോഴും ഇങ്ങനെ നേരത്തെ ചോറും കറിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ രാവിലെ ഒരു 8:30 9 മണിയാകുമ്പോഴേക്കും പിന്നെ പണികളൊന്നും ഉണ്ടാവില്ല അല്ലേ. വേഗം തിരുമ്പി കുളിക്കാനേ ഉണ്ടാവുള്ളൂ. 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ ഒരുങ്ങും. സാധാരണ പണ്ടൊക്കെ എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. പണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്ന കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ അധികം അങ്ങനെ പലഹാരമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ രാവിലെ. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഗ്രൈൻഡറൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരികയല്ലേ ചെയ്തത്. അപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവരിക ചെയ്തത്. അതിന് ശേഷം പിന്നെ പിള്ളേർക്കൊക്കെ പലഹാരം തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ ഇപ്പോൾ അധികം ഞാൻ രാവിലെ പലഹാരം ഉണ്ടാക്കുന്നത് രാവിലെ ഏട്ടനും കഴിക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കാണെങ്കിലും അത് കഴിച്ചിട്ട് പോവുക. രാവിലെ 2 പേരും നേരത്തെ പോകുമല്ലോ. അപ്പോൾ പലഹാരം ആകുമ്പോൾ കുഴപ്പമില്ല. ചോറും കറിയൊക്കെ ആകുമ്പോഴേക്കും സമയമാവുമല്ലോ. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും രാവിലെ പലഹാരം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചോറുണ്ടാക്കി പിന്നെ കറി വെച്ചു കേട്ടോ. അതിനിടയ്ക്ക് തുണി അലക്കലും അങ്ങനെ കുളിയും എല്ലാം കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഇതാ കറിയൊക്കെ ഉണ്ടാക്കി. കറി ഞാൻ മുളക് കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അതായത് നമ്മുടെ മീൻ മുളകിടുക അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ തേങ്ങ അരച്ച് വെക്കുമെന്നും പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ തേങ്ങയും കൂടെ അരച്ച് വെച്ചു.
ഇന്നത്തെ കറിക്ക് എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സവാള ഇട്ടിട്ടാണ് വെച്ചത്. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അയലക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുതിയ മൺചട്ടി ഉണ്ടല്ലോ, നമ്മളെ മീൻ ചട്ടി, മീൻ വെക്കാനായിട്ട് വാങ്ങിച്ചത്, അതിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ എന്തായാലും അടുപ്പത്ത് കത്തുണ്ടല്ലോ. അപ്പോൾ ഞാൻ കറിയൊക്കെ ഇറക്കി കൊണ്ടുവച്ചിട്ട് 2 കഷ്ണം മീനും കൂടെ വറുത്തുട്ടാ, എനിക്കും ചാരുമോൾക്കും ഉള്ളത്. അപ്പോഴേക്കും അവൾ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാൻ ആകുമ്പോഴേക്കും എത്തുമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് വില്ലേജ് വരെ പോകാനുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി, പിന്നെ അക്ഷയയിൽ പോയി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പഞ്ചായത്തിലേക്ക് അങ്ങനെയൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ചടപടയെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉച്ചതിരിഞ്ഞ് അങ്ങടിക്കൊക്കെ പോയതാണ് കേട്ടോ. മാക്സിമം ഞാൻ അക്ഷയയിലേക്കൊക്കെ പോകുമ്പോൾ ഉച്ചതിരിഞ്ഞേ പോകുള്ളൂ. കാരണം എന്താ വെച്ചാൽ രാവിലെ പോയാൽ നല്ല തിരക്കായിരിക്കും, കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോകുമ്പോൾ അധികം അങ്ങനെ തിരക്കുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ കാര്യം സാധിച്ചിട്ട് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവിടേക്കൊക്കെ പോയിട്ട് വന്നു. പിന്നെ ഏട്ടന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ വരുന്ന സമയത്ത് കപ്പ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും മീൻ കറി ഉണ്ടല്ലോ, അപ്പോൾ മീൻ കറി ഉള്ളത് കൊണ്ട് കപ്പ മേടിച്ചിട്ട് വന്നു. പിന്നെ വൈകുന്നേരം ഞാൻ 4 മണിയാകുമ്പോൾ അതൊക്കെ പുഴുങ്ങി അത് ഉടച്ച് കടുക് പൊട്ടിച്ച് അങ്ങനെ മീൻ കറിയും കൂട്ടിയിട്ട് ഒരു 4-5 മണിയാകുമ്പോൾ ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് തുണിയൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് തുണിയൊക്കെ തയ്ക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ക്കട്ടെ എന്നും പറഞ്ഞിട്ട് കുറേ നാളിന് ശേഷമാണ് മെഷീനിലിരിക്കുന്നത്. ഇപ്പോൾ തീരെ അങ്ങനെ മെഷീനിൽ അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ, മടിയാണ്. പിന്നെ ഒന്നാമത് തുണികൾ തയ്ക്കാനായിട്ട് കിട്ടാറുമില്ല, പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓൾട്രേഷൻ വരുന്ന സമയത്ത് കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ച് അങ്ങോട്ട് തയ്ച്ച് വെച്ചാൽ അങ്ങനെ പോലെ പറ്റണ പോലെ കേട്ടോ. ഒരേ ഇരിപ്പിൽ അങ്ങോട്ട് ഇരിക്കാറില്ല, കാരണം എനിക്കിപ്പോൾ മുട്ട് വേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒറ്റ ഇരിപ്പിൽ അങ്ങോട്ട് ഇരുന്ന് തയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ, കുറച്ച് തയ്ക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നാട്ടിൻപുറത്തെ ഈ വീട്ടമ്മയുടെ വീട്ടുവിശേഷങ്ങളൊക്കെ കാണാൻ ഇനിയും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.